നിങ്ങൾ ആദ്യം തന്നെ സിലബസ് മനസ്സിലാക്കി, പരീക്ഷയുടെ രീതി മനസ്സിലാക്കി, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കി കഴിയുമ്പോൾ, നമസ്കാരം, 2026 കേറ്ററ്റ് എക്സാം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ ആദ്യ ശ്രമത്തിൽ തന്നെ ഈ വരുന്ന ചാൻസിൽ തന്നെ വിജയിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടവരായിക്കോട്ടെ, ഈ പർട്ടിക്കുലർ എക്സാം ആദ്യ ശ്രമത്തിൽ തന്നെ ക്വാളിഫൈഡ് ആവാൻ പറ്റും. പക്ഷേ അതിനു മുൻപ് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് കേറ്ററ്റ് എക്സാമിന് ആദ്യ ശ്രമത്തിൽ ക്വാളിഫൈഡ് ആവാൻ വേണ്ടി പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നാമതായിട്ട് അറിയേണ്ടത് ഈ പരീക്ഷയുടെ രീതിയെ കുറിച്ചിട്ടാണ്. അതായത് കേറ്ററ്റ് എന്ന് പറയുന്ന കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് 4 കാറ്റഗറികളിലായി നടത്തുന്നുണ്ട്. ഈ ഓരോ കാറ്റഗറികളിലും എക്സാം ഡിഫറൻറ്റ് രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ കാറ്റഗറി 1 എന്ന് പറയുന്നതിനകത്ത് നമുക്കറിയാം അത് LP വിഭാഗത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആണ്. സ്വാഭാവികമായിട്ടും അവിടെ ചൈൽഡ് സൈക്കോളജി, പെഡഗോഗി ഭാഗത്തു നിന്ന്, ബോധനശാസ്ത്രവും മനഃശാസ്ത്രത്തിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു പർട്ടിക്കുലർ ഏജിലുള്ള 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്കില്ലുണ്ടോ എന്നറിയാനായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതറിയാതെ പോയിട്ട് നിങ്ങൾ ഹയർ ലെവൽ സൈക്കോളജി പഠിച്ചിട്ട് വരുന്നതിൽ വലിയ കാര്യമില്ല. അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാറ്റഗറി 1ന്റെ കേസിൽ കാറ്റഗറി 2ലേക്ക് വരുമ്പോൾ അത് UP ലെവലിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ള സൈക്കോളജിയും പെഡഗോഗിയുമാണ് പഠിക്കേണ്ടത്. കാറ്റഗറി 3ലേക്ക് വരുമ്പോൾ അവിടെ അഡോളസെന്റ് ഏജിലുള്ള കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുടെ സൈക്കോളജിയാണ്. കാറ്റഗറി 4 എന്ന് പറയുന്നത് വീണ്ടും UP ലെവലിലേക്കുള്ള സൈക്കോളജിയാണ് അവിടെയും ചോദിക്കുക. ഇതാണ് പരീക്ഷയുടെ രീതിക്കകത്ത് ഏറ്റവും പ്രധാന 4 കാറ്റഗറി, 4 ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. സൈക്കോളജി തന്നെ ഇതിൽ ഡിഫറൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് കൂടാതെ നിങ്ങൾ നോക്കിക്കോ, കാറ്റഗറി 1ന്റെ കേസിനകത്ത് സയൻസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്ന ആ ഒരു മേഖലയുണ്ട്. അതിൽ നിന്ന് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്സ് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും 30 വീതമുണ്ട്. ഇതൊക്കെ ഒരു UP ലെവലിൽ അല്ലെങ്കിൽ LP സ്കൂളിലെ അധ്യാപകർക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ പോലും 10ാം ക്ലാസ് നിലവാരത്തിലൊക്കെയുള്ള കണ്ടന്റ് വരെയൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ഇനി കാറ്റഗറി 2ലേക്ക് വന്നാലും നിങ്ങൾ നോക്കുവാണെങ്കിൽ സൈക്കോളജി കൂടാതെ അവിടെ ഇംഗ്ലീഷും മലയാളം 2 ലാംഗ്വേജ് 30 മാർക്ക് വീതമുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് സയൻസ് ആൻഡ് മാത്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഏതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ സെലക്ട് ചെയ്യുന്നത് അത് 10ാം ക്ലാസ് വരെയുള്ള അതിൻ്റെ നോളജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. സയൻസ് ആൻഡ് മാത്സ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഉൾപ്പെടുന്ന ടോപ്പിക്കുകളായിരിക്കും. അതിൻ്റെ പെഡഗോഗി ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോഷ്യൽ സയൻസിലേക്ക് വരുന്ന സമയത്തോ, സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ 10ാം ക്ലാസ് നിലവാരത്തിലുള്ള സോഷ്യൽ സയൻസിൻ്റെ കണ്ടന്റ് ആയിരിക്കും ചോദിക്കുക. 60 മാർക്കിൻ്റെ ഉണ്ട്, അതിൻ്റെ പെഡഗോഗിയുടെ കൂട്ടിയാണ് 60 മാർക്കിൻ്റെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് പഠിക്കണം. ഇനി കാറ്റഗറി 3ലേക്ക് വരുമ്പോൾ ഈ കാറ്റഗറി 1നും 2നും പ്രത്യേകത ഉണ്ട്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പക്ഷെ കാറ്റഗറി 3ലേക്ക് വരുമ്പോൾ പ്യുവർലി ഇംഗ്ലീഷിൽ മാത്രമാണ്. അവിടെ നിങ്ങൾക്ക് 40 മാർക്കിന്റെ സൈക്കോളജി ക്വസ്റ്റ്യൻ മാറ്റി നിർത്തിയാൽ പിന്നീട് ഇംഗ്ലീഷോ മലയാളമോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് കൂടാതെ 80 മാർക്കിന്റെ സബ്ജക്ട് പ്ലസ് അതിന്റെ പെഡഗോഗിയാണ്. നിങ്ങളിപ്പോൾ നാച്ചുറൽ സയൻസുകാരനാണെങ്കിൽ നാച്ചുറൽ സയൻസിന്റെ 50 മാർക്കും 30 മാർക്ക് നാച്ചുറൽ സയൻസിന്റെ പെഡഗോഗിയാണ്. സബ്ജക്ട് സുവോളജി ബോട്ടണി ചേർത്ത് 50 മാർക്ക്, നാച്ചുറൽ സയൻസിന്റെ പെഡഗോഗി 30 മാർക്ക്. നിങ്ങൾ മാത്സ് അധ്യാപികയാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 50 മാർക്ക് മാത്സിന്റെയും 30 മാർക്ക് അതിന്റെ പെഡഗോഗിയുടെയും ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഇവിടെയെല്ലാം ഒരു 12th ലെവൽ വരെയൊക്കെയുള്ള കണ്ടന്റ് നിങ്ങളുടെ സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിലാണ് സബ്ജക്റ്റിൽ 50 മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക. B.Ed കാലത്തെ നിങ്ങളുടെ പെഡഗോഗിക്കൽ നോളജ് ഉണ്ടെങ്കിലാണ് 30 മാർക്കിന്റെ പെഡഗോഗിക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ ഇങ്ങനെ സമഗ്രമായിട്ട് ഇതിന്റെ രീതി കാറ്റഗറി 4ലേക്ക് വന്നാലും സ്പെഷ്യൽ അധ്യാപകർക്ക് ഉറുദു, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉള്ള വിഷയങ്ങൾക്കൊക്കെയാണ് അത് വരിക. അവിടുത്തെ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് 80 മാർക്ക് അവിടെയും ഉണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ എഴുതുന്ന ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറിയിലെ സ്ട്രക്ചർ, എക്സാം പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കുക, കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എത്ര മാർക്ക് എവിടെ നിന്നൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ 150 ക്വസ്റ്റ്യൻസ് 150 മാർക്ക്. അതിൽ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് 90 മാർക്കാണ്. നിങ്ങളൊരു 100 മാർക്ക് ലക്ഷ്യം വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതിന് ഞാൻ ഈ പറഞ്ഞ വിവിധ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ ഓരോ എക്സാമിലെയും, അതിനൊക്കെ മിനിമം എത്ര മാർക്ക് വെച്ച് കിട്ടിയാൽ ടോട്ടൽ 100 കടക്കാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഒരിക്കലും 90 മൈൻഡിൽ വെച്ച് ചെയ്യരുത്. കാരണം 89ലും 88ലും ഒക്കെ എത്തി തട്ടി വീണു പോകുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എത്ര ലക്ഷ്യം വെക്കുക, നിങ്ങൾ 100 മാർക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു സ്ട്രക്ചർ, ഈ പരീക്ഷയുടെ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറിയിൽ ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പിക്കുകളുടെ അകത്തേക്ക് ഇറങ്ങി അതിന്റെ സിലബസ് എവിടെ നിന്നൊക്കെയാണ്, അത് ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12th വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണെങ്കിൽ അതിൽ ഏത് ചാപ്റ്ററിൽ കിടക്കുന്ന ടോപ്പിക്കുകളാണ്, ഇംഗ്ലീഷിന്റെ ഏത് ലെവൽ വരെ ക്വസ്റ്റ്യൻസ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ മലയാളത്തിന്റെ എന്തോരമുണ്ട്, സൈക്കോളജിയുടെ സിലബസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സിലബസിൽ ഊന്നിയുള്ള പഠനം തന്നെ, അതിൽ
സിലബസ് മുഴുവൻ പഠിച്ചു നോക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പം നിങ്ങൾ നോക്കണം ഓരോ വിഷയത്തിന്റെ മാർക്ക് അടിസ്ഥാനത്തിൽ ഏത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിക്കണം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ സൈക്കോളജിയിൽ ഏത് തിയറിയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ ഏത് മേഖലയിൽ നിന്ന് സൈക്കോളജി തിയറിയിൽ എത്ര മാർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ എത്ര മാർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിക്ക് എത്ര മാർക്ക്, ഡിഫൻസ് മെക്കാനിസത്തിന് എത്ര മാർക്ക്, അങ്ങനത്തെ ഓരോ ആവർത്തിച്ചു വരുന്ന ടോപ്പിക്കുകൾ കണ്ടെത്തി അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് പഠനം പ്രയാസമായിട്ടുള്ള ഭാഗം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇപ്പൊ സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, സബ്ജക്ട്, പെഡഗോഗി എന്നൊക്കെ പറഞ്ഞു. അതിലേതോ ഒരു ഭാഗം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് മറികടന്ന് പോകാനായിട്ട് പ്രയാസം വരുന്നത്. അതുകൊണ്ടാണ് ആദ്യ തവണ നിങ്ങൾ പ്രയാസപ്പെട്ട് തോൽവിയിലേക്ക് പോകുന്നത്. അങ്ങനെ പോകരുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സിലബസ് മനസ്സിലാക്കി, പരീക്ഷയുടെ രീതി മനസ്സിലാക്കി, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠനം പ്രയാസമായിട്ടുള്ള ടോപ്പിക് ഏതാണ്, അത് ഇംഗ്ലീഷ് ആണോ, മലയാളമാണോ, സൈക്കോളജി ആണോ, പെഡഗോഗി ആണോ, സബ്ജക്റ്റ് ആണോ എന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം സ്ട്രോങ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുള്ള ഭാഗത്തിന് കൂടുതൽ എഫോർട്ട് ഇട്ട് പഠിച്ച് ആദ്യ ശ്രമത്തിൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പൊ കേറ്ററ്റിനെ കുറിച്ച് നല്ല ധാരണ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് തീർച്ചയായിട്ടും എൻട്രിയുടെ കോഴ്സ് നിങ്ങൾക്ക് സഹായമാവും. കാരണം എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ ഇതേ റൂട്ടിലാണ്, ഇതേ സ്ട്രക്ചറിലാണ് എൻട്രി പ്രീ കോഴ്സ് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രീ കോഴ്സ് ആക്ടിവിറ്റി ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പരീക്ഷയുടെ രീതി, പഠിക്കേണ്ട സിലബസ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാം എഴുതിയാൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തന്നെ AI പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ വെച്ച് കണ്ടെത്താൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് മാർക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഡയഗ്രാം പോലെ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ വീക്ക് ഏരിയ കണ്ടെത്തി നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കും. ഇങ്ങനെയാണ് എൻട്രിയുടെ കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നത്. സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേറ്ററ്റ് ആണ് 2026 കേറ്ററ്റ് ആദ്യ അവസരത്തിൽ ലക്ഷ്യം വെക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് എൻട്രിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് അവിടെ കരുതി വെച്ചിട്ടുണ്ട്. സോ വീണ്ടും അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.